കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ പുരോഗതിയുടെ ഹൃദയതാളമാണ് കിഫ്ബി. സാധാരണക്കാർ തൊട്ട് ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ വരെ കിഫ്ബി അത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടം. കിഫ്ബി മുഖേന പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ബഹുമുഖമായ പദ്ധതികൾ, ഓരോ സംരംഭങ്ങൾ, അതെല്ലാം തന്നെ വാസ്തവത്തിൽ അനിവാര്യമാണ് എന്ന് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ നിലയിൽ അതിൻ്റെ ഒരു വ്യാപനം, കിഫ്ബിയുടെ സഹായങ്ങൾ, നേതൃത്വം, അത് പ്രാവർത്തികമാക്കാൻ കാണിച്ചിട്ടുള്ള ഭരണനിർവഹണ ശുഷ്കാന്തി, ഇതെല്ലാം കൂടി ബോധ്യമായതോടുകൂടി എല്ലാവർക്കും കിഫ്ബി സഹായങ്ങൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമില്ലാതെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിയമസഭാ വേദിയിൽ വെച്ച് തന്നെ ചർച്ചകളൊക്കെ നടത്തിയപ്പോൾ എല്ലാവർക്കും അത് ആവശ്യമായിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വ്യത്യസ്തമായ ഒരു സമീപനങ്ങൾക്ക് അപ്പുറം അതാണ് കിഫ്ബിയുടെ സഹായ സഹകരണങ്ങളുടെ ലഭ്യതയും അതിൻ്റെ പ്രയോജനക്ഷമതയും ഉപയോഗക്ഷമതയും വളരെ കൃത്യമായി നിർവഹിക്കാൻ ഒരു ഭരണ സംവിധാനത്തിന് കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനത്തെ പ്രയോജനപ്പെടുത്തി നടത്തുന്ന ഓരോ പദവിന്യാസങ്ങളും അത് കേരളത്തിൻ്റെ സമ്പൂർണ്ണവൽക്കരണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഞാൻ നേരത്തെ ആമുഖമായി പറഞ്ഞതിൻ്റെ കുറച്ച നിരക്ക് നമ്മുടെ കിഫ്ബിയുടെ സഹായങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ച അന്തർദേശീയ നിലവാരത്തിലുള്ള ITയുടെ കെട്ടിടത്തിൻ്റെ മുന്നിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം 20 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. നഗരസഭ കോർപ്പറേഷൻ 25 കോടി, ജില്ലാ ആശുപത്രിയുടെ 75 കോടിയാണ്. ആ നിർമ്മാണ പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ത്വരിതഗതി നടക്കുകയാണ്. അത്യന്താധുനികമായ സൗകര്യോട് കൂടിയിട്ടുള്ള സാങ്കേതിക ഭൗതിക സൗകര്യങ്ങൾ അതവിടെ ലഭ്യതയാണ്. മെട്രിക് ഹോസ്റ്റൽ 5 കോടി,
മൊത്തം ഓരോന്നും പറയുന്നില്ല. എവിടെയാ ഫ്ലൈ ഓവർ 500 കോടി രൂപയോളം നമ്മുടെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ മണ്ഡലത്തിൽ സാക്ഷ്യമായി. സിറ്റി സ്കൂളിന് 2 കോടി, നിർത്താ സ്കൂളിന് 25 ലക്ഷം രൂപ. അതിൽ നമ്മുടെ കളക്ട്രേറ്റിന്റെ ജംഗ്ഷനിൽ പെടുന്ന സൗത്ത് ബസാറിൽ 138 കോടി രൂപയുടെ ഫ്ലൈ ഓവറാണ്. അതുപോലെ മേലേച്ചോവ ജംഗ്ഷൻ, വിമാനത്താവളത്തിൽ പോകുന്ന ജംഗ്ഷൻ, കോഴിക്കോട്ടേക്ക് പോകുന്ന ജംഗ്ഷൻ, എറണാകുളം വരെ പോകുന്ന ആ ജംഗ്ഷനിൽ 38 കോടി രൂപയുടെ ഫ്ലൈ ഓവറാണ്. സ്പിന്നിങ് മിൽ റോഡ് 24 കോടി. തലശ്ശേരി ഭാഗത്ത് നിന്നും നഗരത്തിലേക്ക് എത്താൻ നഗരത്തിൻ്റെ തിരക്കുകളും റെയിൽവേ ഗേറ്റുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോകേണ്ടതാണ് സ്പിന്നിങ് മിൽ. അത് 24 കോടി. അങ്ങനെ മൊത്തം 500 കോടി രൂപയുടെ പദ്ധതി മാത്രം എൻ്റെ കണ്ണൂർ മണ്ഡലത്തിലെ രംഗത്ത് കിഫ്ബിയുടെ കേരളത്തിൻ്റെ എല്ലാ രംഗത്തുമുള്ള സമഗ്രവൽക്കരിക്കപ്പെട്ട പുരോഗതിയുടെ സാമ്പത്തിക സ്രോതസ് സംവിധാനം എന്ത്, അതെങ്ങനെ എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഒരു രേഖയാണ് കിഫ്ബിയുടെ ഓരോ പദവിന്യാസം. പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള ഇതുപോലുള്ള പ്രവർത്തന പരിപാടികൾക്ക് ഒരു സാർവത്രികമായ അംഗീകാരവും പിന്തുണയും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊരു സാക്ഷ്യമാണ്. ഈ പറഞ്ഞ പരിപാടികൾക്കെല്ലാം തന്നെ കർമ്മരൂപം നൽകിയ ഏറ്റവും ശ്രദ്ധേയമായ കിഫ്ബിയുടെ 25ാം വാർഷിക ആഘോഷ പരിപാടികൾ, അത് തീർച്ചയായും കിഫ്ബിയുടെ 4 അതിരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് കേരളത്തിൻ്റെ തന്നെ വാർഷികാഘോഷ പരിപാടികളാണ്. അതിന് എല്ലാവിധ വിജയങ്ങളും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.